എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്, ഇന്നിപ്പോൾ നമുക്ക് ഉച്ചയൂണ് വിശേഷങ്ങളാണ്. അതിൽ ചോറ്, സാമ്പാർ, പിന്നെ ഇപ്പം ഇന്ന് ചെറിയ അയില അത് വറക്കുന്നതാണ്. പിന്നെ ഒരു സ്പെഷ്യൽ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമുക്കിന്ന് ഒരു സ്പെഷ്യലായിട്ടുള്ള ഐറ്റം ഉണ്ട്. അതായത് ഗോതമ്പ് പാലട മിക്സ്, അതുകൊണ്ടുള്ള പായസം. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ. അതിപ്പോൾ നമ്മൾ ഇതുവരെയായിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ അത് ഇങ്ങനെ പാക്കറ്റ് വരുന്നതാണ്, കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതാണ് പിന്നൊന്ന്. അപ്പോൾ നമുക്കതൊന്ന് കാണാം. അപ്പോൾ ഇനി പായുന്നതിന് നമ്മ മീൻ വറക്കലാണ്. പിന്നെ ഇപ്പം ഇന്ന് വറക്കാൻ വേണ്ടി മാത്രമല്ല മീനെ വാങ്ങിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇന്ന് ആദ്യം അത് വറക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് സാമ്പാറിൻ്റെ പണി. അപ്പോൾ ആദ്യം മീൻ വറക്കൽ ചെറിയയിലാണ്. അതൊക്കെ നമ്മൾ മീൻ വറക്കുന്ന മസാല, ഈ ഫിഷ് ഫ്രൈ മസാല അതൊക്കെ പുരട്ടി വെച്ച് കുറച്ച് നേരം ഇരുന്നിട്ടാണ് വറക്കുന്നത്. തല ഉണ്ട്, 2 തല. അത് പിന്നെ പൂച്ചയ്ക്കും കൊടുക്കും. അപ്പോൾ ഇതാ മറിച്ചിടാണ്. ഇന്ന് മീൻ കറിയല്ല, വറക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും വറുത്ത് കോരാണ്. അപ്പം ഇനി സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഒക്കെ കഷ്ണങ്ങളൊക്കെ നുറുക്കണം. ഏതാണ് മീൻ വറക്കൽ ഇപ്പം അങ്ങനെ അവിടെ നടക്കുന്നുണ്ട്. ഏകദേശം അത് കഴിയാനായി. അപ്പം ഇനിയിപ്പോൾ ഇവിടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ ഇപ്പം തന്നെ സാമ്പാറുണ്ടാക്കാനുള്ള കഷ്ണങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് ആദ്യം തോലൊക്കെ ചെത്തി ഒക്കെ നന്നാക്കി എടുക്കാം. മത്തൻ പിന്നെ ഒരു കഷ്ണം ഇതിൽ ചേർക്കുന്നുണ്ട്. മത്തൻ പിന്നെ ഞങ്ങൾക്ക് സാമ്പാറിൽ ഇഷ്ടമാണ് ഇങ്ങനെ അത് ചേർക്കുന്നത്, മത്തൻ. പിന്നെ ഇതാ വലിയൊരു കത്തിരിക്കയാണ്. പിന്നെ കിഴങ്ങുണ്ട്. ഒക്കെ ആദ്യം ഒന്ന് തോലി എത്തി ഒക്കെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് വേണ്ട ഇനിയിപ്പോൾ നുറുക്കാൻ. പിന്നെ മുരിങ്ങാക്കായ, കഷ്ണങ്ങളൊക്കെ ഇതാ ഒക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോന്നും നുറുക്കാം. കത്തിരിക്ക തന്നെ ആദ്യമാണ് നുറുക്കാം. അതിന് ആദ്യമാണ് മുറിക്കണം. വലിയൊരു കത്തിരിക്കയാണ്. പിന്നെ ക്യാരറ്റ് അതെടുത്ത് നമുക്ക് നുറുക്കാം. തോലൊക്കെ ചുരണ്ടിയതാണ്. പിന്നെ കിഴങ്ങ്, പിന്നെ നമുക്ക് തക്കാളി അത് നുറുക്കാം. വലിയ ഉള്ളി, ഇപ്പോൾ മത്തൻ ആ ഒരു കഷ്ണം അത് മുറിച്ച് അതും നുറുക്കി ഇടാനുള്ളതാണ്. ഒരു പാകം വലുപ്പത്തിന്, അങ്ങനെ വലിയൊരു വലുപ്പത്തിനും അല്ല, അങ്ങനെ ഇതാ കഷ്ണങ്ങളൊക്കെ. പിന്നെ വെണ്ടയ്ക്ക ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഇതാ നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത്. കഷ്ണങ്ങളൊക്കെ നമുക്ക് അതിലിടാം. ഇതിൽ മുരിങ്ങാക്കായും വെണ്ടയ്ക്കും ഇപ്പം ഇടുന്നില്ല. പിന്നെ ഇതാ ഉപ്പ് ചേർക്കാം. പിന്നെ ഇതാ വെള്ളം അതും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അത് അടുപ്പത്ത് ഒന്ന് വെച്ച് വെന്ത് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ഒന്ന് ചേർക്കാം. അത്യാവശ്യം ഒന്ന് വെന്ത് വരുന്നുണ്ട്. പിന്നെ ഇതാ ഒന്നുണ്ട് വേവിനോട് കൂടി തന്നെ നമുക്ക് മുരിങ്ങാക്കായി വെണ്ടയ്ക്ക് നുറുക്കിയത് അത് അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മൺചട്ടിയിലല്ലേ, നമ്മൾ കുക്കറിലല്ലല്ലോ ഇപ്പം ഇന്ന്. പിന്നെ അമ്മ പുളി പിഴിഞ്ഞ് പാരുന്നുണ്ട്. ഇപ്പോൾ സാധാരണ വീട്ടിൽ വയ്ക്കുന്നൊരു സാമ്പാർ, നമ്മളങ്ങനെ കാര്യമായതൊന്നുമല്ല, ഒന്ന് പിന്നെ സാധാരണ സാമ്പാർ. പിന്നെ ഇതാ നമ്മൾ സാമ്പാർ പൊടി അത് ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. വറുത്ത മല്ലിയും തേങ്ങയും കൂടി അരച്ച് പാർന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇടാണ്. പിന്നെ കായപ്പൊടി അതും ചേർത്തിട്ടുണ്ട്.
പിന്നെ വെളിച്ചെണ്ണയിൽ കടുക് അത് താളിച്ച് ചേർത്തു. അപ്പം നമ്മൾ സാമ്പാർ ഇവിടെ റെഡിയായി. പിന്നെ ഇപ്പോൾ നമ്മൾ ഇന്ന് പാലട, ഗോതമ്പ് പാലട മിക്സ്, അതാണ് പാക്കറ്റ്. അപ്പോൾ നമ്മൾ സാമ്പാർ മീൻ വറുക്കലെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഒരൊറ്റ പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി പായസം വയ്ക്കൽ. ഇപ്പം ഇങ്ങനെ ഒരു വെറൈറ്റി ആണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതാ പാല് നമ്മൾ അടുപ്പത്ത് വെച്ച് ഇനി അത് നന്നാക്കി ഇളക്കി കൊടുക്കാം. അര ലിറ്ററിൻ്റെ 2 പാക്കറ്റ് പാല്, പിന്നെ ഏകദേശം ഒരു 400 ml വെള്ളം അതാണ് ഇപ്പോൾ ഇതിൽ ചേർത്ത്. അതായത് പാക്കറ്റിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ, പഞ്ചസാര ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇതാ പാല് തിളച്ച് വന്നിട്ടുണ്ട്. പാല് തിളച്ച ശേഷം നമ്മൾ അതിൽ ഈ പാക്കറ്റിലുള്ള ഗോതമ്പ് പാലട മിക്സ് അത് നമ്മൾ ചേർക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നന്നാക്കി ഒന്ന് വേവിച്ച് കുറുക്കി എടുക്കാം. അപ്പോൾ ഇന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു സ്പൂൺ നെയ്യും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പായസമായി. പായസം ഇനിയിപ്പോൾ ഒന്ന് ഇരിക്കട്ടെ, ഒന്ന് ഇരുന്ന് ഒന്ന് കുറുക്കുമല്ലോ. അത് എങ്ങനെയുണ്ട് നോക്കുകയും ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഊണ് കഴിക്കലേ ഉള്ളൂ. അപ്പോൾ ഇതാ ഊണ് കഴിക്കായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ ഇതാ സാമ്പാർ, പിന്നെ ഇതാ മീൻ വറുത്തത്, പിന്നെ പപ്പടം കാച്ചിയത്. അങ്ങനെയാണ്. ഒരു തല അമ്മ എടുത്തു, ഒരു തല പൂച്ചയ്ക്കുള്ളതാണ് മീൻ വറുത്തത്. ഇതൊന്നും ഇങ്ങനെ കുറച്ച് കഷ്ണങ്ങളൊക്കെ കൊടുക്കും. ഇനിയിപ്പോൾ ആ പായസം അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിലാക്കാം. ഇതിപ്പോൾ 250 ഗ്രാമാണ് നമ്മൾ ഈ പാലട മിക്സ്. അപ്പോൾ ഊണ് കഴിഞ്ഞ് പായസം കുടിക്കലുമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.